കർത്താവേ ഇന്ന് പകൽക്കാലത്തിൽ സംസാരിക്കണം, ഇടപെടണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലത്ത് പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴത്തിൽ എന്നോട് ഇടപെടണമേ, ആത്മാവിൽ എന്നോട് ഇടപെടണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമം എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവ് എന്നോട് സംസാരിക്കണേ, എന്നോട് സംസാരിക്കുക, എനിക്ക് എന്നോട് സംസാരിക്കുക, എന്നോട് ഇടപെടണമേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ ശബ്ദം കേട്ട്, ആമേൻ, കർത്താവിനായി സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ നമ്മുടെ സഭയുടെ മധ്യേ ആമേൻ ചിന്തയ്ക്ക് ആധാരമാക്കിയിരിക്കുന്നത്, ആമേൻ, വിട്ടുകൊടുത്താൽ വിശ്രമിക്കാം, വിട്ടുകൊടുത്താൽ വിശ്രമിക്കാം എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ആമേൻ. വിട്ടുകൊടുത്താൽ വിശ്രമിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? കർത്താവ് എന്നോട് സംസാരിക്കണേ, കർത്താവ് എന്നോട് ഇടപെടണമേ, കർത്താവ് എന്നോട് ആമേൻ വന്നു വാഴണം, എന്നിൽ വന്നു വാഴണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് ആത്മാവിൽ സംസാരിക്കണമേ എന്ന് എത്ര പേർക്ക് പറയുന്നു? ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് സംസാരിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഓ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുക, നമുക്ക് വിട്ടുകൊടുക്കാം, ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം, എല്ലാം വിട്ടുകൊടുക്കാം, എല്ലാം സമർപ്പിച്ചു കൊടുക്കാം, യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം, യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ പകൽക്കാലത്തില് ആമേൻ, ആമേൻ, പാപ്പന ദേശത്തില് ആമേൻ, കർത്താമേൻ, ഇവൻ്റെ ചർച്ചക്കാട് ദൈവസഭയില് ആമേൻ ദിവസം പറയുകയാണ് വിട്ടുകൊടുക്കാൻ പറയണം. നമ്മൾ എത്ര പേർ ഇന്ന് പകൽക്കാലത്ത് വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കും. വിട്ടുകൊടുത്തില്ലെങ്കിൽ വിശ്രമിക്കത്തില്ല. വിട്ടുകൊടുത്താൽ വിശ്രമിക്കും, വിട്ടുകൊടുത്തില്ലെങ്കിൽ വിശ്രമിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വിട്ടുകൊടുത്താൽ വിശ്രമിക്കും. ആമേൻ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ ദൈവത്തിന് കൊടുക്കുവാൻ എന്താ ഉള്ളത്? വിട്ടുകൊടുക്കുവാൻ എന്താ ഉള്ളത്? വിട്ടുകൊടുക്കുവാൻ എന്താ ഉള്ളത്? യെസ്, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ കർത്താവ് നോക്കുകയാണ്. കർത്താവ് ആമേൻ നോക്കുന്ന ഒരു പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ ആമേൻ അവൻ നമ്മുടെ നിലവുകളെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിയുന്നവനാണ്. ഹല്ലേലൂയ. നമുക്കുള്ളതിന് നമുക്ക് വിട്ടുകൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. നമുക്കുള്ളതിന് നമുക്ക് വിട്ടുകൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, നമ്മുടെ കർത്താവ് പറയുകയാണ്, വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കും. ആമേൻ. ഇന്ന് വിട്ടുകൊടുത്താൽ വിശ്രമിക്കുമെന്ന് പറയുന്ന വിഷയത്തിന് നീ ഭാരപ്പെടരുത്. ആമേൻ. നമുക്ക് ഓരോരുത്തരുടെ ചിന്താഗതികൾ കാണും. ഹല്ലേലൂയ. എൻ്റെ കയ്യിലൊന്നും വിട്ടുകൊടുക്കാനൊന്നുമില്ല, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേൻ, വിട്ടുകൊടുക്കാനൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാൻ നമുക്കുള്ളതേ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മളെ വിട്ടുകൊടുക്കാം. ആമേൻ, ഹല്ലേലൂയ. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു 5 രൂപ ഉണ്ടെന്നിരിക്കട്ടെ, 5 രൂപയ്ക്ക് നമുക്ക് ആവശ്യം കാണും, അത് വിട്ടുകൊടുക്കാൻ കഴിയത്തില്ല. 50 രൂപ നമ്മുടെ കയ്യിൽ ആമേൻ വിട്ടുകൊടുക്കുവാൻ ഉണ്ടായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ 50 രൂപ ആവശ്യമുണ്ട്. 5000 രൂപ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ ആമേൻ കഴിയത്തില്ല. 5000 രൂപ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ 5 സെന്റ് ഭൂമിയുണ്ട്. ആമേൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്. 50 സെന്റ് ഉണ്ട്. ആമേൻ, 5 ഏക്കറുണ്ട്. വിട്ടുകൊടുക്കാൻ സാധ്യമല്ല.
കർത്താവ് പറയുന്നത് വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കും, വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിട്ടുകൊടുത്താൽ ആമേൻ നീ വിശ്രമിക്കും ദൈവജനം പറയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ യോഹന്നാൻ വന്നു പറഞ്ഞു. സ്തോത്രം. യോഹന്നാൻ വന്നു പറഞ്ഞു 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണപാനീയങ്ങളും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് യോഹന്നാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതേ സാഹചര്യത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ യേശു പറഞ്ഞു, നിന്റെ പുതപ്പ്, ആമേൻ, നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ ഞാൻ വിട്ടുകൊടുത്താൽ വിശ്രമിക്കുമെന്ന് പറയുകയാണ്. എങ്ങനെ വിട്ടുകൊടുക്കും? എപ്രകാരം വിട്ടുകൊടുക്കും? ആമേൻ. നിന്റെ സമ്പത്ത്, നിന്റെ ധനം നീ വിട്ടുകൊടുക്കുമോ? സ്തോത്രം. നിന്റെ ധനവും നിന്റെ സമ്പത്തും ദൈവത്തിന് വേണ്ട കേട്ടോ. നിന്റെ സമ്പത്തും നിന്റെ ധനവും ദൈവത്തിന് വേണ്ട. അത് നീ തന്നെ ഉപയോഗിക്കുക. നിന്റെ കുടുംബത്തിൽ നീ തന്നെ, നിന്റെ മക്കളും അനുഭവിച്ചു കൊള്ളുക. നിന്റെ വസ്തുവകകൾ നീ തന്നെ അനുഭവിച്ചു കൊള്ളുക. നീ വിട്ടുകൊടുക്കണ്ട. നിന്റെ ആമേൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നിന്റെ ധനം, നിന്റെ വെള്ളി, നിന്റെ പൊന്ന് നീ ദൈവത്തിന് വിട്ടുകൊടുക്കണ്ട. നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആമേൻ ഹല്ലേലൂയ. അത് നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആമേൻ. എന്നാൽ ആമേൻ ഹല്ലേലൂയ, നീ ഏത് വിട്ടുകൊടുക്കും? നീ ഏതിനെ വിട്ടുകൊടുക്കും? ഇന്ന് പകൽക്കാലത്തിൽ സ്തോത്രം. വെള്ളിയും പൊന്നും ആമേൻ ദൈവത്തിനുള്ളത്. ആമേൻ. അത് നിന്നോട് ചോദിക്കുന്നില്ല. അത് നിന്നോട് നിന്റെ വസ്തുവകകൾ ഞാൻ ആമേൻ ദൈവം ചോദിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. നിന്റെ നന്മകൾ ഒന്നും ദൈവം ചോദിക്കുന്നില്ല. നീ വിട്ടുകൊടുക്കേണ്ട. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് പിന്നെ നീ എന്ത് വിട്ടുകൊടുക്കും? നീ വിട്ടുകൊടുക്കുവാൻ ഇന്ന് പകൽക്കാലത്തിൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ നീ വിശ്രമിക്കും എന്ന് ഞാൻ പറയുകയാണ്. എപ്രകാരം നീ വിട്ടുകൊടുക്കും? ഏത് നീ വിട്ടുകൊടുക്കും? ആമേൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നിന്നോട് നീ ഏത് വിട്ടുകൊടുക്കുമെന്ന് ദൈവാത്മാവ് ചോദിക്കുന്നൊരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. 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 വിട്ടുകൊടുത്താൽ നീ വിശ്രമം കണ്ടെത്തുമെന്ന് ദൈവവചനം പറയുകയാണ്. ആമേൻ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം. നമ്മൾ ആമേൻ ദൈവത്തിൽ നിന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കണം. നമ്മളെ തന്നെ നമ്മൾ ഏതിനെ വിട്ടുകൊടുക്കും? നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഇരുത്തി പറഞ്ഞു, വെള്ളിയും പൊന്നും നീ വിട്ടുകൊടുക്കണ്ട, വസ്തുവകളൊന്നും വിട്ടുകൊടുക്കണ്ട. അത് കർത്താവ് നിന്നോട് ചോദിക്കുന്നില്ല. എന്നാൽ നീ ചോദിക്കുന്നത് വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറായാൽ, ആമേ, ലോകത്തെ നോക്കിയാൽ ഇന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരോ ഒക്കെ ഒത്തിരി കുറവാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ ഒത്തിരി കുറവാണ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ ഗന്നേസരത്ത് ആമേൻ തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. തനിക്ക് ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ. യേശുവിന് ചിലതിനെ ആവശ്യമുണ്ട്. ആമേൻ. ചിലതിനെ ആവശ്യമുണ്ട്. ആമേൻ. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ആമേൻ യേശുവിനായി വിട്ടുകൊടുക്കും? ഇന്ന് പകൽക്കാലത്തിൽ യേശു സഭയുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ആര് യേശുവിനായി വിട്ടുകൊടുക്കും?
ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യേശുവിനായി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമോ? നിന്റെ മനസ്സ് വിട്ടുകൊടുക്കുമോ? നിന്റെ ആമേൻ ഹല്ലേലൂയ വിചാരങ്ങളെ വിട്ടുകൊടുക്കുമോ? മനസ്സ് വിട്ടുകൊടുക്കുമോ? എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഗന്നേസരത്തിൻ്റെ തടാകത്തിൻ്റെ കരയിൽ യേശു നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നിൽക്കുമ്പോൾ ഒരു പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ദൈവവചനം കേൾക്കുക. യേശുവിൻ്റെ അടുക്കൽ ദൈവവചനമുണ്ട്. യേശുവിൻ്റെ വചനം കേൾക്കേണ്ടതിന് തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ സ്തോത്രം യേശു നോക്കിയപ്പോഴാണ് ആമേൻ 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 ഗന്നേസരത്തിൻ്റെ കരയിലാണ് യേശുവിൻ്റെ ആമേൻ അവിടെ തടാകത്തിൻ്റെ ആമേൻ ഗന്നേസരത്തിൻ്റെ കരയിൽ രണ്ട് പടകുകൾ അവിടെ കരയിൽ അടുപ്പിച്ചിരിക്കുകയാണ്. രണ്ട് പടകുകൾ ഒത്തിരി പടകുകളൊന്നുമില്ല. രണ്ട് പടകുകൾ അവിടെ കരയിൽ ആമേൻ സമീപിച്ചിരിക്കുകയാണ്. കരയ്ക്ക് അടിഞ്ഞിരിക്കുകയാണ്. കരയിൽ ആമേൻ കരയോട് അടുത്തിരിക്കുകയാണ്. അതിൽ ഹല്ലേലൂയ ഒന്നിനെ യേശു തിരയുവാനിടയായി തീർന്നു. അതിൽ രണ്ട് പടക് ഉണ്ടായിരുന്നതിൽ അതിൽ നിന്ന് മീൻ പിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഹല്ലേലൂയ. ആ പടകുകളിൽ ശീമോനുള്ളതിനായ ഒന്നിൽ അവൻ കയറണമെന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. രണ്ട് പടകുകൾ കരയിൽ നിൽക്കുന്നതായി യേശു കാണുവാനിടയിൽ തീർന്നു. രണ്ട് പടകുകൾ ഒത്തിരി പടകളൊന്നുമില്ല. അതിൽ രണ്ട് പടകളുള്ളതിൽ ശീമോനുള്ളതിൽ ആ പടകിൽ കയറുവാൻ വേണ്ടിയാകുന്നു യേശു തീരുമാനം എടുത്തിരിക്കുന്നത്. യേശു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ശീമോനുള്ള പടകിൽ കയറണം. രണ്ട് പടകൊണ്ട് ശീമോനുള്ള പടകിൽ കയറണം. ഹല്ലേലൂയ. ആമേൻ. അതിൽ ശീമോനുള്ള പടകിൽ കയറി. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആ പടകിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കണമെന്ന്, ദൈവവചനം സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്, കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ശീമോനുള്ള പടകിൽ കയറി. ഹല്ലേലൂയ. അങ്ങ് കടലിലേക്കൊന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനം പറയാൻ വേണ്ടി ദൈവമെന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് അവരോട് പറഞ്ഞ് പടകിൽ കയറിയിട്ട് ആ പടക് ശീമോൻ്റെ പടകിൽ കയറിയിട്ട് അങ്ങോട്ട് നീക്കുവാൻ വേണ്ടി അപേക്ഷിപ്പാനിടയിൽ തീർന്നു. ശീമോനോട് ഹല്ലേലൂയ തൻ്റെ പടക് ഹല്ലേലൂയ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി നിർത്തുവാൻ അവരോട് അപേക്ഷിച്ചപ്പോൾ അവൻ പടക് വിട്ടുകൊടുക്കുവാനിടയിൽ തീർന്നു. ശീമോൻ പത്രോസ് തൻ്റെ പടക് യേശുവിനായി വിട്ടുകൊടുക്കാനിടയിൽ തീർന്നു. ഇന്ന് പകൽക്കാലത്ത് നമ്മൾ എത്ര പേർ വിട്ടുകൊടുക്കും? യേശുവിന് വേണ്ടി തൻ്റെ പടക് എത്ര പേർ വിട്ടുകൊടുക്കും? പടകെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പടകെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരമാകുന്ന പടക്, നാമാകുന്ന പടക്. പടകെന്ന് പറയുന്നത് ഉപമയാണ്. കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ ഉപമിച്ചിരിക്കുകയാണ്. പടകെന്ന് പറയുന്നത് ഉപമയാണ്. കർത്താവ് ഇന്ന് പകൽക്കാലത്ത് നമ്മുടെ പടകിൽ കയറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? അവിടെ ശീമോൻ പത്രോസിൻ്റെ പടകിൽ കയറി യേശു ദൈവവചനം പടകിൽ നിന്നുകൊണ്ട് ദൈവവചനം ഘോഷിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ദൈവവചനം കേൾക്കാൻ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അധിക തിരക്കിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒന്ന് ശീമോൻ്റെ പടകിൽ കയറി അതിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ദൈവവചനം പ്രസംഗിപ്പാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾക്ക് എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ പടകിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഹൃദയമാകുന്ന പടകിൽ നിന്നുകൊണ്ട് യേശു സംസാരിക്കണം. കർത്താവ് സംസാരിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ഉള്ളകളെ നിറയ്ക്കുന്നവനാണ് അവൻ. വിശ്രമം കണ്ടെത്തും. എൻ്റെ ഹൃദയത്തിൽ നിന്ന് കർത്താവെന്ന് സംസാരിക്കണമെന്ന്, എൻ്റെ പടകിലിരുന്ന് എൻ്റെ പടക് തിരഞ്ഞെടുത്ത് എന്നോട് കൂടെ ഇരുന്ന് കർത്താവ് സംസാരിക്കണമെന്ന്.
ആമേൻ. എന്നാൽ നമ്മോട് കൂടെ പടകിൽ ആമേൻ നമ്മുടെ പടകിൽ ദൈവാത്മാവ് സംസാരിക്കുമെങ്കിൽ കർത്താവ് ആമേൻ നമ്മൾ വിശ്രമിക്കാൻ പോവുകയാണ്. നമ്മൾ കർത്താവിനോട് വിശ്രമിക്കാൻ പോവുകയാണ്. നമ്മൾ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിശ്രമം ഇല്ലാത്ത അനുഭവങ്ങളുടെ നടുവിലായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ആമേൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ പടക് വിട്ടുകൊടുത്തത് ആമേൻ പടക് വിട്ടുകൊടുത്ത സമയം മുതൽ നീ വിശ്രമത്തിലേക്ക് പോവുകയാണ്. നിൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരാൻ പോവുകയാണ്. ആമേൻ. നിൻ്റെ വ്യാധികളാദികളെല്ലാം മാറി നീ വിശ്രമമില്ലാത്ത ജീവിതത്തിൽ നിൻ്റെ വിശ്രമമില്ലാത്ത ജീവിതത്തിൽ നീ വിശ്രമിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ വിശ്രമം കണ്ടെത്തും. നീ വിശ്രമിക്കും. ഹല്ലേലൂയ. എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ശിമോൻ പത്രോസിൻ്റെ പടകിൽ ഹല്ലേലൂയ എന്നാമേൻ ഞാനൊരു അർത്ഥം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഹല്ലേലൂയ ശിമോൻ പത്രോസിൻ്റെ പടക് തന്നെ യേശു തിരഞ്ഞെടുത്ത്. 2 പടകുണ്ടായിരുന്നു. അതിൽ ശിമോൻ പത്രോസിൻ്റെ പടക് തന്നെ യേശു തിരഞ്ഞെടുത്തു. അതിന് കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആമേൻ യേശു ദൂരത്ത് നിന്ന് അറിയുന്നവരാണ്. ആമേൻ. ദൂരത്ത് നിന്ന് അറിയുന്നവന് ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ആമേൻ വിചാരങ്ങളെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് അറിയുന്നവനാണ്. ആരൊക്കെയാണ് കർത്താവിനോട് കൂടെ ഉള്ളവർ? ആരൊക്കെയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ? ഇന്ന് പകൽക്കാലത്തിൽ ആരൊക്കെയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ? ദൂരത്ത് വെച്ച് അറിയുന്നവരാണ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ ആരൊക്കെ വിട്ടുകൊടുക്കാൻ ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട് എന്ന് കർത്താവിന് അറിയാം. ആമേൻ. അതിൻ്റെ വെളിച്ചത്തിലാകുന്നു 2 പടകുണ്ടായിരുന്നതിൽ ആമേൻ പത്രോസിൻ്റെ പടക് തന്നെ തിരഞ്ഞെടുപ്പാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. പത്രോസിൻ്റെ പടക് തന്നെ തിരഞ്ഞെടുത്തു. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ തന്നെ കർത്താവ് തിരഞ്ഞെടുപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. നിന്നെ തന്നെ നമ്മളെ ഓരോരുത്തരും കർത്താവ് കണ്ടിട്ടുള്ളവരെ കർത്താവ് തിരഞ്ഞെടുക്കും. അവൻ മുന്നറിയുന്നവരെ മുന്നൊരുക്കിയവരെ അവൻ മുന്നേ വിളിച്ചവരെ ആമേൻ നിന്നെ അവൻ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പാൻ നിന്റെ പടകിൽ നിന്ന് കർത്താവ് സംസാരിപ്പാനിടയിൽ തീരും. ഇന്ന് പകൽക്കാലത്ത് എത്ര പേർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും? എത്ര പേർ കർത്താവിൻ്റെ ശബ്ദം കേൾക്കും? ആമേൻ. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ ആവശ്യഭാരങ്ങളോടുകൂടെ ഒത്തിരി പേര് കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് ഗന്നേസരത്തിൻ്റെ കരയിൽ ഒത്തിരി തിക്കും തിരക്കുമാണ്. നമ്മൾ എത്ര പേർ തിക്കും തിരക്കോടുകൂടെ ആവശ്യഭാരത്തോട് ആവലാതിയോടുകൂടെ സങ്കടത്തോടുകൂടെ കർത്താവേ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് പറയാനുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? തിരക്കിൻ്റെ ഇടയിലാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. പത്രോസിൻ്റെ പടകിൽ ഹല്ലേലൂയ പത്രോസിൻ്റെ പടകിനെ കർത്താവ് തിരഞ്ഞെടുത്തു. എന്തെന്ന് ചോദിച്ചാൽ പത്രോസിനെ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ പത്രോസിനെ ഒരിക്കൽ ആമേൻ യേശു പത്രോസിനോട് ചോദിച്ചു, യേശു ഒരുപാട് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അല്ലേ? ആ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ നടുവിൽ പത്രോസിനെ ഒത്തിരി യേശു സ്നേഹിച്ചു. ആമേൻ. സ്നേഹിച്ചു ആയതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പത്രോസിനോട് യേശു ചോദിച്ചു, നിങ്ങളിൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അത് യോഹന്നാൻ സ്നാപകൻ, അത് ഏലിയാവ്, അത് മറ്റൊരു പ്രവാചകൻ എന്നിങ്ങനെ ഒത്തിരി പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞത് എന്തെന്നാൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാനിടയിൽ തീർന്നു. ആയത് നിമിത്തം ആമേൻ കർത്താവ് മുന്നമേ അവനെ കണ്ടിരിക്കുകയാണ് കേട്ടോ. മുന്നമേ പത്രോസിനെ കണ്ടിരിക്കുകയാണ്. മുന്നമേ പത്രോസ് കണ്ടിരിക്കുകയാണ്. മുന്നമേ ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ കടലിൽ വല വീശുന്നുണ്ട്. വല ഒത്തിരി വിട്ടുകൊടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ആമേൻ. പത്രോസിനെ തന്നെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുകയാണ്. പത്രോസ് കടലിൽ ഒത്തിരി വല വിട്ടുകൊടുത്തവരാണ്. ഒത്തിരി വല വിട്ടുകൊടുത്തു. സമുദ്രത്തിലേക്ക് ഒത്തിരി വല ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ എന്താണ്? വിട്ടുകൊടുത്താൽ നീ വിശ്രമിക്കും. ആമേൻ. പത്രോസ് വല വിട്ടുകൊടുത്തോണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ വല വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമുള്ള ആളാണ്
പത്രോസ് ആയതുകൊണ്ടാകുന്നു ആമേൻ യേശു ആമേൻ പത്രോസിൻ്റെ പടകിൽ തന്നെ കയറുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കേണ്ടതിന് വിട്ടുകൊടുക്കും? ദൈവശബ്ദം കേൾക്കേണ്ടതിന് എത്ര പേർ വിട്ടുകൊടുക്കും? ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവേ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് എത്ര പേർ വിട്ടുകൊടുക്കും? ആമേൻ. വിട്ടുകൊടുത്താൽ നീ വിടുതൽ പ്രാപിക്കും. വിട്ടുകൊടുത്താൽ നീ അനുഗ്രഹങ്ങൾ വിട്ടുകൊടുത്താൽ നീ നന്മകൾ പ്രാപിക്കും. ആമേൻ. വിട്ടുകൊടുത്താൽ നീ ഉയർച്ച ആമേൻ കാണും. ആമേൻ. നീ വിശ്രമം കണ്ടെത്തും. വിട്ടുകൊടുത്താൽ നീ വിശ്രമം കണ്ടെത്തും. ഇന്ന് പകൽക്കാലത്തിൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറുള്ളവനെ ആമേൻ വിടുവിക്കുന്ന ഒരു കർത്താവാണ് യാസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് ആമേൻ മഹത്വം അർപ്പിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പത്രോസിൻ്റെ പടകിൽ ആമേൻ യേശുവിനായി പത്രോസ് തൻ്റെ പടക് വിട്ടുകൊടുത്തു കേട്ടോ. പടക് വിട്ടുകൊടുത്ത് ആമേൻ യേശുവിനായി പടക് വിട്ടുകൊടുത്ത് യേശുവിന് ആമേൻ ആയതുപോലെ പത്രോസിൻ്റെ പടകിൽ നിന്ന് കർത്താവ് അങ്ങോട്ട് സംസാരിക്കുകയാണ്. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പടകെന്ന് പറയുന്നത് ലോകത്തിലെ ഒരു കപ്പലോ വഞ്ചിയോ വള്ളമോ ഒന്നുമല്ല. നമ്മളാകുന്ന പടക്, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഈ ലോകമാകുന്ന ആഴിയിലൂടെ കടന്നു പോകുന്ന ഓരോ പടകുകളാണ് നമ്മൾ ഓരോരുത്തരും. ചെറുപടകുകൾ, വലിയ പടകുകൾ, ഒത്തിരി പടകുകൾ ഈ ആഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. എവിടേക്ക് പോകുന്നു? അക്കരയ്ക്ക് പോവുകയാണ്. ആമേൻ. അക്കരെ എന്തെന്ന് വെച്ചാൽ വിശ്രമ നാട്ടിലേക്ക് പോകുകയാണ്. ആമേൻ. വിശ്രമിക്കുവാൻ വേണ്ടി പോവുകയാണ്. അക്കരെ പോയാൽ വിശ്രമിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഇക്കരയല്ല നമ്മുടെ വീട്. അക്കരെ പോയാൽ വിശ്രമിക്കാം. ആമേൻ. ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. ആമേൻ. വിട്ടുകൊടുത്താൽ വിശ്രമിക്കാമെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തങ്ങളുടെ പടകുകളെ വിട്ടുകൊടുക്കുവാൻ കഴിയും? യേശുവിൻ്റെ നാമത്തിൽ വചനം സംസാരിക്കേണ്ടതിന്, ദൈവാത്മാവ് ഇടപെടേണ്ട, ദൈവാത്മാവ് സംസാരിക്കേണ്ടതിന്, ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തേണ്ടതിന്, ദൈവപ്രവർത്തികൾ ഇടപെടേണ്ടതിന്, ദൈവപ്രവർത്തികൾ അനുഭവിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലത്ത് എത്ര പേർ തങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കും? നിന്റെ വെള്ളിയും പൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ വെള്ളിയും പൊന്നും നിന്റെ സ്വത്തുവകളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊന്നും നീ വിട്ടുകൊടുത്തില്ലേലും നിന്റെ ഹൃദയമാകുന്ന പടക് എത്ര പേർ, നീയാകുന്ന പടകിനെ എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ പറഞ്ഞു, 2 വസ്ത്രമുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന്. അത് ചോദിക്കുന്നത് നിന്റെ വസ്ത്രം നീ കൊടുക്കണ്ട. ആമേൻ. ആഹാര പദാർത്ഥം അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിക്കില്ല എന്ന് പകൽക്കാലത്തിൽ. ആമേൻ. യേശു പറഞ്ഞു, ആമേൻ, നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കും. അത് ഞാൻ ചോദിക്കുന്നില്ല. കർത്താവ് ഇന്ന് പകൽക്കാലത്ത് ചോദിക്കുന്നില്ല. ഇന്ന് പകൽക്കാലത്തിൽ ചോദിക്കുന്ന നിന്റെ ഹൃദയമാകുന്ന, നിന്റെ പടകാകുന്ന, നിന്റെ ശരീരമാകുന്ന, മന്ദിരമാകുന്ന പടകിനെ ചോദിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ആകത്തലകളിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പത്രോസ് പടക് അങ്ങോട്ട് വിട്ടുകൊടുത്തു. പടക് വിട്ടുകൊടുത്ത അവന് ആമേൻ യേശു ആഴത്തിലോട്ട് അങ്ങോട്ട് മാറിയിട്ട് ആമേൻ അങ്ങോട്ട് സംസാരിക്കാത്തോടെ ദൈവജനം ആമേൻ ആർത്തിയോടുകൂടെ ആമേൻ കർത്താവിനെ തിക്കിക്കൊണ്ടിരുന്ന ആമേൻ ആത്മാക്കളെ മുഴുവനും ആമേൻ ആശ്വാസം കണ്ടെത്തുന്ന ദൈവജനങ്ങളെ കേട്ടിട്ട് അവർക്ക് ആശ്വാസം പ്രാപിപ്പാനായി തീർന്നു. ആമേൻ. ആവശ്യഭാരത്തോടെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്ന ദൈവത്തിൻ്റെ മക്കളെ മുഴുവനോരതേ കർത്താവ് വിടുവിച്ചു. ഹാലയിൽ ഇന്ന് പകൽക്കാലം എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ആമേൻ. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, ആഴത്തിൽ നിന്ന് എന്നോട് സംസാരിക്കണമേ. അപ്പോൾ ഈ പടകിൽ, എൻ്റെ പടകിൽ നിന്ന് ഇന്ന് പകൽക്കാലത്തിന് എത്ര പേർക്ക് ഏൽപ്പിച്ചു കഴിയും? ഒരു പത്രോസ് ഏൽപ്പിച്ചു കൊടുത്ത, പത്രോസ് വിട്ടുകൊടുത്ത പ്രകാരം നമ്മൾക്ക് എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ കഴിയും? ഹല്ലേലൂയ. വിട്ടുകൊടുത്താൽ നീ വിശ്രമം കണ്ടെത്തും. വിട്ടുകൊടുത്താൽ നീ വിശ്രമം. ഇന്ന് പകൽക്കാലത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരെ ആമേൻ ഹല്ലേലൂയ വിശ്രമം കണ്ടെത്തും. ദൈവാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ ആമേൻ. അങ്ങനെ കർത്താവിന് വിട്ടു നൽകിയ പടകിലിരുന്ന ദൈവജനമൊക്കെ ആമേൻ പറഞ്ഞ് ആമേൻ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ
ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആമേൻ ആ വചനം ഒന്ന് വായിച്ചാലും ദൈവാസിയെ. ആമേൻ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 5:3 വായിച്ചാലും. ലൂക്കോസ് സുവിശേഷം. മൈക്ക്. സ്തോത്രം. സ്തോത്രം അങ്ങോട്ട് കൊടുത്തേക്ക്. അത് ചുറ്റി വെച്ചേക്കാണ്. വലിയ ഇടർച്ചയാവും. അതൊക്കെ വലിച്ചെടുക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ആ പടകുകളിൽ വലിച്ചെടുത്ത ശബ്ദം വലിച്ചെടുക്കണ്ട. ഓ, ഇടർച്ചയായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വായിച്ചാലും മകളെ. ആ പടകുകളിൽ ശീമോനുള്ളതാവുന്നതിൽ അവൻ കയറി. ആമേൻ. അവനോട് അപേക്ഷിച്ചു. നിർത്തി വായിക്കണം മകളെ. സ്തോത്രം. യേശു ആമേൻ ആമേൻ ഈ പകൽക്കാലത്തില് ശീമോനുള്ള പടകില് ആമേൻ പടക് തിരഞ്ഞെടുത്തു. ആമേൻ പടകിൽ ഒന്ന് അല്പാകത്ത് ആഴത്തിലേക്ക് നീക്കണമെന്ന് പറഞ്ഞു. ആമേൻ യേശുവിനായി ശീമോൻ വിട്ടുകൊടുക്കുവാനിടയെ തീർന്നു. ശീമോൻ വിട്ടുകൊടുത്തു. ശീമോൻ പത്രോസ് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. അവൻ വിട്ടുകൊടുത്തു. പടക് വിട്ടുകൊടുത്തു. കർത്താവ് എൻ്റെ പടകിൽ ഇതങ്ങ് സംസാരിക്കണം. എൻ്റെ പടകിൽ ആമേൻ മറ്റാരുടെയും പടകിലിരുന്ന് കർത്താവ് സംസാരിക്കേണ്ട. എൻ്റെ പടകിൽ ഇന്ന് പകൽക്കാലം നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? എൻ്റെ പടകിൽ നിന്ന് കർത്താവ് സംസാരിക്കണമെന്ന്. ആമേൻ ആമേൻ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മളുണ്ട്. ആമേൻ ആമേൻ. ഇന്ന് പകലത്ത് വിട്ടുകൊടുത്താൽ നീ വിടുവിക്കപ്പെടും. വിട്ടുകൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. വിട്ടുകൊടുത്താൽ നീ നന്മ പ്രാപിക്കും. നീ വിശ്രമം പ്രാപിക്കും. നീ അനുഗ്രഹം പ്രാപിക്കും. നീ വിശ്രമിക്കും. ആമേൻ. നിന്റെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളെല്ലാം മാറും. യെസ്. വിട്ടുകൊടുക്കാൻ എത്ര പേര് തയ്യാറാകും? ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. പത്രോസ് അങ്ങോട്ട് പടക് വിട്ടുകൊടുത്തിട്ട് ആമേൻ പടകിലിരുന്ന് സംസാരിച്ചതിന് ശേഷം യേശു സംസാരിച്ച് കഴിഞ്ഞിട്ട് തുടർന്ന് വായിച്ചാലും മകളെ. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവാൻ പറഞ്ഞു. ശീമോൻ മതി. സ്തോത്രം. അവിടെ തുടർന്ന് വായിക്കണം. അവിടെ സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാലും മകളെ. അതിന് നാഥ ശീമോൻ, നാഥ ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു. മതി. തുടർന്ന് വായിക്കണം. ഒന്നും കിട്ടിയില്ല. ആമേൻ. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കം. മതി. സ്തോത്രം. എന്നാൽ ഇവിടെ യേശു പറയാണ്, വചനം പറഞ്ഞു കഴിഞ്ഞപ്പോഴും യേശു പറയാണ്, പത്രോസിനോട് പറയാണ്, നീ ആഴത്തിലേക്ക് വല ആമേൻ സ്തോത്രം ഇറക്കുവാൻ പറയാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിന് ഞാൻ നേരത്തെ പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിൽ ഒത്തിരി വലയിറക്കി പരിചയമുള്ള ആളാണ്. ഒത്തിരി വല വിട്ടുകൊടുത്ത് പരിചയമുള്ള ആളാണ്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആമേൻ. ഒത്തിരി ആമേൻ വല ഇങ്ങോട്ട് വിട്ടുകൊടുത്തോണ്ടേയിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ സമുദ്രത്തിൽ വലയിറക്കുന്നവർ വല ഇങ്ങനെ വഞ്ചിയിൽ വള്ളങ്ങളിലൊക്കെ പോയിട്ട് വല ഇങ്ങനെ ഇറക്കി കൊടുക്കും, വല വിട്ടുകൊടുക്കും. ആമേൻ. മീൻകൂട്ടം കയറേണ്ടതെന്ന് വല വിട്ടുകൊടുക്കും. അങ്ങനെ ഒത്തിരി വിട്ടുകൊടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ആമേൻ. ആ പരിചയ സമ്പന്നനെ ആകുന്നു ആമേൻ ഇവിടെ യേശു തെരഞ്ഞെടുക്കും വിട്ടുകൊടുക്കുവാൻ. ആമേൻ. സ്തോത്രം. അവിടെ വിട്ടുകൊടുത്ത് പരിചയമുള്ള വല ഇറക്കി പരിചയമുള്ള പത്രോസിനോട് യേശു പറയുകയാണ്, നീ ആഴത്തിലേക്ക് വല വീശാൻ വേണ്ടി പറയുകയാണ്. അപ്പോഴാണ് പരിസലോട് പത്രോസ് പറയുകയാണ്, ആമേൻ, ആഴത്തിലേക്ക് ഒത്തിരി ഞാൻ വല ഇറക്കാൻ പരിചയമുള്ളവനാണ്, ഒത്തിരി ഇറക്കിയതാണ്, ഒത്തിരി വിട്ടുകൊടുത്തതാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു വേദന എത്ര താൻ വിട്ടുകൊടുത്തിട്ടും ആമേൻ ഒന്നും ലഭിക്കാത്ത അനുഭവങ്ങളുടെ നടുവിലാണ് തൻ്റെ ജീവിതത്തിൽ ആമേൻ ലോകമാകുന്ന ആഴിയിൽ തൻ്റെ പടകിൽ താൻ ഇരുന്നു കൊണ്ട് ആമേൻ ഒത്തിരി വിട്ടുകൊടുത്തതാണ്, ഒത്തിരി ഏൽപ്പിച്ചു കൊടുത്തതാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പട ഇതുവരെ വിശ്രമിക്കത്തക്ക നിലവാരത്തിലൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. തങ്ങൾക്ക് ആമേൻ നമ്മൾ എന്തിനാണ് ആമേൻ വല ഇറക്കുന്നത്, വല വിട്ടുകൊടുക്കുന്നത്, വല ഇറക്കുന്നത്? വലയിൽ എന്തെങ്കിലും ലഭിച്ചിട്ട് ആമേൻ നന്മലകൾ ലഭിച്ചിട്ട് ഒത്തിരി മീൻകൂട്ടമൊക്കെ ലഭിച്ചിട്ട് കരയിൽ വന്ന് നമുക്ക് അതിനെ പറ്റി വ്യാപാരം ചെയ്ത്
ആമേൻ നമുക്ക് ഒരു വിശ്രമം ആമേൻ നമുക്ക് വല്ലത് കിട്ടിയാലേ വിശ്രമിക്കാൻ പറ്റത്തുള്ളൂ. വിശ്രമം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമല്ല. കിട്ടാതെ പോയാൽ വിശ്രമം വരത്തില്ല. എന്തെങ്കിലും കിട്ടിയാൽ, വലയിൽ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് വിശ്രമിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ വിശ്രമവുമില്ല, എന്നും കഷ്ടപ്പാട്, എന്നും കരച്ചിലും കണ്ണുനീരും, ഒന്നും കിട്ടില്ല. എത്ര തന്നെ വീശിയിട്ട്, എത്ര തന്നെ വല ഇറക്കിയിട്ടും, എത്ര തന്നെ വല വിട്ടുകൊടുത്തിട്ട് ഒന്നും കിട്ടുന്നില്ല. അതിൻ്റെ നടുവിലായിരുന്നു പത്രോസിൻ്റെ അനുഭവം. ആമേൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഒത്തിരിയൊക്കെ ഓടുന്നുണ്ട്, ഒത്തിരിയൊക്കെ വല ഇറക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ആമേൻ ഹല്ലേലൂയ. രാത്രിയും പകലും വലയിറക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. ഓ ഹല്ലേലൂയ, ഒന്നും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നും കിട്ടുന്നില്ല. ആമേൻ. അവിടെ യേശു പറയുന്ന ആഴത്തിലേക്ക് വല ഇറക്കുവാൻ പറയാണ്. അതിൻ്റെ തന്നെ കർത്താവ് പറയാനിടയിൽ തീർന്നത്. അതിൻ്റെ നടുവിലാണ് പത്രോസ് പറയുന്നത്, നാഥാ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന്. പത്രോസ് അങ്ങോട്ട് മറുപടി പറയുന്നത്, യേശുവിനോട് മറുപടി ഇടയിൽ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി നാഥാ, പത്രോസ് പറയുകയാണ്, യേശു പറഞ്ഞ് വല ഇറക്കാൻ പറഞ്ഞതിന്, വല വിട്ടുകൊടുക്കാൻ പറഞ്ഞതിന്, ഒന്നുകൂടെ ആഴത്തിലേക്ക് വല വിട്ടുകൊടുക്കാൻ പറഞ്ഞതിന് പത്രോസ് പറയും, നാഥാ, ഇന്നലെ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. രാത്രി മുഴുവനും അധ്വാനിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ രാത്രി എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. രാത്രി എന്ന് പറഞ്ഞാൽ എന്താകുന്നു? രാത്രി നമ്മൾ എന്താ ചെയ്യുന്നത്? വിശ്രമ സമയമാണ്. രാത്രി വിശ്രമ സമയമാണ്. രാത്രി പകൽക്കാലം അധ്വാനിക്കുന്നുണ്ട്, രാത്രി കാലത്തിൽ വിശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലത്തിൽ അധ്വാനിക്കുന്നുണ്ട്, രാത്രി അധ്വാനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകൽക്കാലത്തിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ പോയാൽ രാത്രി കാലത്തും അധ്വാനിക്കാൻ ഇറങ്ങാം. നമ്മുടെ ജീവിതത്തിൽ എന്താ പറഞ്ഞത്? പകൽക്കാലത്തിൽ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ രാത്രി കാലത്തും കൂടെ അധ്വാനിക്കുവാൻ നമ്മൾ കടന്നു പോകും. അങ്ങനെ പത്രോസ് പകലും രാത്രിയിലും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. വല ഇറക്കിയിട്ടും, വല വിട്ടുകൊടുത്തിട്ടും ഒന്നും കിട്ടിയില്ല. ആമേൻ. തങ്ങളുടെ ജീവിതത്തിൽ യേശു ഇല്ലാതിരുന്ന ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ അല്ലാത്ത ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ യേശു തൻ്റെ പടകിൽ വന്ന സമയം മുതൽ തങ്ങൾ വിശ്രമിക്കാൻ പോവുകയാണ്. പടകിനെ കർത്താവ് നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. മുന്നമേ കണ്ട പ്രകാരം, മുന്നമേ ഒരുക്കിയ പ്രകാരം പത്രോസിൻ്റെ പടക് നിറയ്ക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അവൻ്റെ കണ്ണുനീരും അവൻ്റെ കഷ്ടപ്പാടും ഒക്കെ മാറ്റുവാൻ, അവൻ്റെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാകുന്ന കർത്താവ് അവൻ്റെ പടക തന്നെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഒത്തിരി സങ്കടങ്ങൾ, ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഒത്തിരി വല ഇറക്കി, രാത്രിയും പകലും ഇറക്കി. ഞാൻ രാത്രിയും പകലും വല വിട്ടുകൊടുത്തു, ഒന്നും ലഭിച്ചില്ലപ്പാ നാഥാ. ഒത്തിരി സങ്കടമാണ് കർത്താവിനോട് പറയുന്നത്. എങ്കിലും കർത്താവിൻ്റെ വാക്കിന്, യേശുവിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. എൻ്റെ കർത്താവിൻ്റെ, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാകുന്ന കർത്താവിൻ്റെ നാമത്തിൽ, ആദ്യനും മന്ദിനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വല ഇറക്കാൻ പോവാ. നിന്റെ വാക്കിന്, നിന്റെ വാക്കിന്. ഓ ഹല്ലേലൂയ. പത്രോസിനൊന്നറിയാം. പത്രോസ് പറഞ്ഞ കാര്യം എന്താണ്? കർത്താവേ എന്നാണ് വിളിച്ചത്. കർത്താവേ, നിന്റെ വാക്കിന്. ഓ ഹല്ലേലൂയ. കർത്താവിനെ ഇപ്പോൾ നന്നായിട്ട് അറിയുന്നുള്ളൊരു വ്യക്തിയാണ് പത്രോസ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം വായിക്കുമ്പോൾ പലരും കർത്താവിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചോണ്ട്, ഒരു വാക്ക് മാത്രം, നാഥാ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ചിലരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചത് കർത്താവിൻ്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി, സൗഖ്യം വരും എന്ന് വിശ്വസിച്ചു. എൻ്റെ യേശു മരിച്ചവനെ തൊട്ടപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചു, ഉയർത്തെഴുന്നേൽപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് എത്ര പേർക്ക് കർത്താവിനായി വിട്ടുകൊടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എന്നോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത് എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്ന, എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, പത്രോസ്, ഹല്ലേലൂയ, പത്രോസ് പറയാണ്, യേശുവിനോട് പറയാണ്, നാഥാ,
രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു രാത്രി വിശ്രമിക്കേണ്ട സമയമാണ്. ആമേൻ. തൻ്റെ ജീവിതത്തിലെ ആമേൻ പത്രോസിൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ ആമേൻ പകലും രാത്രി അധ്വാനമാണ്. നമ്മുടെ ജീവിതം നമ്മളെ നോക്കിയാൽ പത്രോസ് പറയാണ് രാത്രിയും പകലും ആമേൻ പകലും രാത്രിയും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒത്തിരി അധ്വാനിക്കുന്നവരാണല്ലേ? നമ്മുടെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നവരാണ്, ഒത്തിരി ഓടുന്നവരാണ്, ഒത്തിരി വലയിറക്കിയവരാണ്, ഒത്തിരി വല വിട്ടവരാണ്. ആമേൻ. നമ്മളിൽ തന്നെ ഒത്തിരി വിട്ടുകൊടുത്തവരാണ്. ആമേൻ. അതെന്തിനാ വിട്ടുകൊടുത്തത്? കർത്താവിൻ്റെ നാമമഹിമയ്ക്കായി നമ്മളെ തന്നെ വിട്ടുകൊടുത്തു. കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വിട്ടുകൊടുത്തവരാണ്. കർത്താവേ, എന്നോട് സംസാരിക്കുക, എന്നോട് കൂടെ വാഴണമേ, എന്നോട് നടക്കണമേ, അടിയനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ മറിയ ആമേൻ വിട്ടുകൊടുപ്പാൻ ദൂതമെന്ന് പറഞ്ഞു. ആമേൻ. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആമേൻ. ഇതൊരു വന്ദനം. ആമേൻ. എന്നാൽ ആമേൻ അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയും. വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ദൈവജനത്തിന് മുൻപിൽ എത്ര പേർ വിട്ടുകൊടുക്കും? എത്ര പേര് നിങ്ങളുടെ പടകുകളെ വിട്ടുകൊടുക്കും? യേശുവിൻ്റെ നാമം മഹിമയ്ക്കായി എത്ര പേർ വിട്ടുകൊടുക്കും? ഇവിടെ പത്രോസ് പറയുകയാണ്, നാഥാ, ഇന്നലെ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞു. മകളെ വായിച്ചാലും യെസ്. അങ്ങനെ ചെയ്തപ്പോൾ യേശു പറഞ്ഞ യേശുവിൻ്റെ വാക്ക്, ആമേൻ, വാക്ക് കേട്ടനുസരിച്ച് യേശു തങ്ങളുടെ പടകിൽ നിന്ന് സംസാരിച്ച ദൈവത്തിൻ്റെ വചനവും വാക്കുകളും കേട്ടനുസരിച്ചപ്പോൾ, അവനിൽ വിശ്വസിച്ചപ്പോൾ, ആമേൻ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കി. കർത്താവിൻ്റെ വാക്കിന് വല വിടാൻ തുടങ്ങി അങ്ങോട്ട്. യേശു പറഞ്ഞു, നീ ആഴത്തിലേക്ക് വല വീശ, നീ ആഴത്തിലേക്ക് വല ഇറക്കുക, ആഴത്തിലേക്ക് വല നീ വിട്ടുകൊടുക്കുക. ഇന്ന് പകൽക്കാലം നിന്നെ നിറയ്ക്കാൻ പോകുന്ന ഒരു പകൽക്കാലം. ആമേൻ. നിന്നെയും എന്നെയും നിറയ്ക്കുന്നൊരു പകൽക്കാലമാണ്. നിന്നെയും എന്നെയും നിറയ്ക്കുന്നൊരു പകൽക്കാലമാണ്. ആരൊക്കെ നിറച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, ആരൊക്കെ നിറച്ച് കിട്ടണമെന്ന് നമുക്ക് നിറച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ പടക് നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആമേൻ, നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, നമ്മൾ വിട്ടുകൊടുക്കുന്ന വല വിട്ടാലേ നിറയത്തുള്ളൂ. വല വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ നിറയത്തില്ല. യേശു പറയുന്ന പകൽക്കാലത്തിൽ, മോനെ, നിന്റെ വല ആഴത്തിലേക്ക് ഇറക്കുക, ആഴത്തിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കുക, ഒന്നുകൂടി വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ വാക്കിന് പ്രകാരം ഒന്നുകൂടി വിട്ടുകൊടുക്കുക. നിന്റെ പടക് നിറയാൻ പോവുക, നിന്റെ വല നിറയാൻ പോവുക, പെരുത്ത മീൻകൂട്ടം നിറയാൻ പോവുക. ഇന്നലകളുടെ ജീവിതത്തിൽ നിന്റെ ശൂന്യതകൾ മാറാൻ പോവുക, നിന്റെ കരച്ചിൽ മാറാൻ, നിന്റെ കണ്ണുനീര്, നിന്റെ സങ്കടം, നിന്റെ ഇല്ലായ്മ, നിന്റെ പരിവട്ടം, നിന്റെ പാട്ടണി, നിന്റെ ഞെരുക്കമുണ്ടല്ല, നിന്നെ ഞെരുക്കിയ അനുഭവങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം മാറുന്നൊരു ആമേൻ പകൽക്കാലമായി. യാസ്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് വല വിട്ടുകൊടുക്കുവാൻ കഴിയും? വല വിട്ട് നമ്മുടെ പടക് വിട്ടുകൊടുക്കുവാൻ കഴിയും? കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ അവൻ സംസാരിക്കുവാൻ, അവൻ ഇടപെടുവാൻ, അവൻ എത്ര വിട്ടുകൊടുക്കുവാൻ കഴിയും? യാസ്. വിട്ടുകൊടുക്കുന്നവനെ ആമേൻ വിശ്രമത്തിലേക്ക് നടത്തുന്നവനെ നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ യേശു പറഞ്ഞ പ്രകാരം മകളെ വായിച്ചാലും, അങ്ങനെ ചെയ്തപ്പോൾ യേശുവിൻ്റെ വാക്കിൻ പ്രകാരം ആമേൻ തങ്ങളുടെ ആമേൻ പടക് വിട്ടുകൊടുത്തു. ഒന്നാമത് പത്രോസ് പടക് വിട്ടുകൊടുത്തു, രണ്ടാമതങ്ങോട്ട് വല അങ്ങോട്ട് വിട്ടുകൊടുത്തു കേട്ടോ. വല അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ആമേൻ. പത്രോസ് അങ്ങോട്ട് ആഴത്തിലേക്ക് വല വിട്ടുകൊടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാക്കിൻ പ്രകാരമാണ് ഞാൻ വല വിടുന്നത്, വല ഇറക്കുന്നത് നിന്റെ വാക്കിൻ പ്രകാരമാണ്. ഇന്ന് എൻ്റെ പകൽക്കാലത്തിൽ യാസ് വലിയൊരു അത്ഭുതം നടക്കുന്ന ഒരു പകൽക്കാലമാണ്. നിന്റെ ശൂന്യതകൾ, നിന്റെ ഇല്ലായ്മകൾ, നിന്റെ പരിവട്ടം, നിന്റെ പട്ടിണി ആമിൽ മാറി നീ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പകൽക്കാലമെന്ന് ദൈവാത്മാവിൽ ഒരു ആലോചന പറയുകയാണ്. യാസ്. എത്ര പേർ അത് വിട്ടുകൊടുക്കും? എത്ര പേർ പ്രാപിച്ചെടുക്കും? എത്ര പേർ ദൈവത്തിൽ നിന്ന് ആമേൻ. യാസ്. വെള്ളിയും പൊന്നും നിന്നോട് ചോദിച്ചില്ല, നിന്റെ ധനമാഹാത്മ്യമൊന്നും ചോദിച്ചില്ല, നിന്റെ പുത്രസമ്പത്ത് ഒന്നും ചോദിച്ചില്ല. ആമേൻ. നിനക്ക് നിന്റെ ഹൃദയമാകുന്ന പടകിനെ ആമേൻ ദൈവവചനം കേൾക്കേണ്ടതിന് നീ എത്ര പേർ വിട്ടുകൊടുക്കും? നാളിതുവരെ വിട്ടുകൊടുക്കാത്ത അനുഭവങ്ങൾ, ആമേൻ, നാളിതുവരെ വിട്ടുകൊടുക്കാത്ത, കർത്താവിന് വിട്ടുകൊടുക്കാത്ത അനുഭവങ്ങളുടെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നത്. യാസ്. ലോകം വിട്ടുകൊടുക്കുമോ?
ദൈവത്തിന് വേണ്ടി ആമേൻ കർത്താവ് സംസാരിപ്പാൻ വേണ്ടി വിട്ടുകൊടുക്കുമോ ദൈവമക്കളെ? ആമേൻ വിട്ടുകൊടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. നമ്മളെ പടകുകളെ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് കർത്താവ് ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ പടകാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തെയാണ്, നമ്മുടെ ശരീരത്തെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയങ്ങളെ ആഗ്രഹിക്കുകയാണ്. എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? വിട്ടുകൊടുക്കുന്നവൻ അവനെ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് പിന്നെയും പറയുന്നവരുടെ ഹൃദയത്തെ നിറയ്ക്കാൻ പോകാൻ കേട്ടോ. ആമേ സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, സൗഖ്യം കൊണ്ട്, വിടുതൽ കൊണ്ട് നിറയ്ക്കാൻ പോകുന്ന ഒരു പകൽക്കാലമാണ് മാറുകയാണ്. ഈ എത്ര പേർക്ക് ആത്മാവിൽ ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആഴത്തുള്ള നന്മകൾ, ആയുടെ നന്മകൾ, ഓ ഹല്ലേലൂയ, ആമേ ലോകത്തിൻ്റെ നന്മകൾ ആമേ വിട്ടുകൊടുക്കുന്നവന് വേണ്ടി അവൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണുകെട്ടില്ല, ആമ വെച്ച് വീട്ടിൽ ആരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. അത്ര വലിയ നന്മകൾ ആമേ നിനക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന പകൽക്കാലത്ത് എത്ര പേർ വിട്ടുകൊണ്ട് തയ്യാറാവും? വിട്ടുകൊടുക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. അത്ര വലിയ നന്മകൾ. ഓ നീ കാലാഭാഷാന്തരാധന. യെസ്, പകൽക്കാലത്തിൽ ആമേൻ ആമേൻ യേശുവിൻ്റെ വാക്ക് പ്രകാരം മകളെ വായിച്ചാലും യേശുവിൻ്റെ വാക്കിൻ പ്രകാരം ആമേൻ പത്രോസ് കൊണ്ട് വല വിട്ടുകൊടുക്കുവാനിടയിൽ തീർന്നു, വല ഇറക്കുവാനിടയിൽ തീർന്നു. ചെയ്തപ്പോൾ വല കീറാറായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. യേശുവിൻ്റെ വാക്ക് കേട്ട് പടകിലിരുന്ന് വല വിട്ടുകൊടുത്തപ്പോൾ ആമേൻ പെരുത്ത മീൻകൂട്ടം ആമേൻ പത്രോസിൻ്റെ വലയിൽ അകപ്പെട്ടു. വല കീറാറായി. ഹല്ലേലൂയ. ഒത്തിരി വല കീറിയതാ, ഒത്തിരി വല കീറിയ കഴിഞ്ഞ നാളുകളെ ഒത്തിരി കീറിയതാ. ആമേൻ ആമേൻ. മുള്ളും പറക്കാരെയൊക്കെ ഉടക്കിയിട്ട് ഒത്തിരി കീറിപ്പോയതാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുപോലെയല്ല. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ആമേൻ കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കൊണ്ടാ വല കീറാറായത്. ആമേൻ, ഹല്ലേലൂയ. യേശു പത്രോസിനെ ഹല്ലേലൂയ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആമേൻ 2 പടകുകളായിരുന്നു കരയിൽ അടുത്ത് നിന്നത്. 2 പടകിലുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവനക്കാര് ആമേൻ പടവിൽ ഉള്ളവർ പടകിൽ നിറങ്ങി വല കഴുകിക്കൊണ്ട് നിൽക്കുന്നവരായിരുന്നു. അവരുടെ വല ഒത്തിരി പ്രാവശ്യം കഴുകിയതാണ്, ഒന്നും കിട്ടിയില്ല. കഴുകി, തങ്ങളുടെ പല കഴുകി. നമ്മളിന്ന് പകൽക്കാലത്തിൽ ദൈവശബ്ദം കേട്ട് നമ്മുടെ ആമേൻ വല കഴുകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വല കഴുകണം, വല വഴി കഴുകി കൊണ്ടിപ്പാക്കണം. ആമേൻ. നമ്മളിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നമ്മളെ വലയും വഞ്ചിയും കഴുകാതെ ഇരിക്കരുത്, നമ്മളെ പടകുകളെ കഴുകാതിരിക്കരുത്. കഴുകി നമ്മൾ പിന്നെയും സമർപ്പിക്കുമ്പോൾ കർത്താവേ എനിക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് നൽകുവാനിടയിൽ തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം വലയിറക്കിയപ്പോൾ ഒത്തിരി മീന് വലയിലകപ്പെട്ടു. വല കീറാറായി. സ്തോത്രം, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ. തൻ്റെ ജീവിതത്തിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ രാത്രിയുടെ അനുഭവമായിരുന്നു, വിശ്രമമില്ലാത്ത അനുഭവമായിരുന്നു. വിശ്രമമില്ലാതെ താൻ അധ്വാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ ദൈവമക്കളെ? പലപ്പോഴായി ഒത്തിരി ഓടുകയാണ്, ഒത്തിരി അധ്വാനിക്കുകയാണ്. പടകിലൊന്നുമില്ല, പടക് ശൂന്യമല്ലേ? എന്നാൽ കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം വല ഇറക്കുക. കർത്താവിൻ്റെ വാക്കിൻ പ്രകാരം നമുക്ക് വല ഇറക്കാം. ഹല്ലേലൂയ. വല ഇറക്കിയപ്പോൾ ഒത്തിരി മീന. ആമേൻ, ആമേൻ. വിശ്രമമില്ലാതെ ഓടിയതിൻ്റെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ ഓടിയതിന് ആമേൻ, വിശ്രമമില്ലാതെ നീ ഓടിയ ദൈവസന്നിധിയിൽ ഓടിയതിന് പലതും പ്രാപിച്ചെടുക്കുക, പലതും ലഭ്യമാകുവാൻ, പലതും ലഭിക്കുവാൻ വേണ്ടി കർത്താവിൽ നിന്ന് ആമേൻ പലതും ആമേൻ ആഗ്രഹിച്ചു. ആമേൻ ഓടിയതാ. യാസ്, ആമേൻ, കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. എന്നാൽ പടക് നിറയ്ക്കുന്ന ഒരു പകൽക്കാലമാണ്. നിന്റെ വള്ളം ആമേൻ, നിന്റെ വഞ്ചി ഹല്ലേലൂയ, നിന്റെ ആമേൻ വല നിറയ്ക്കുന്നൊരു പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. വായിച്ചാലും മകളെ, വായിച്ചാലും തുടർന്ന് ആമേൻ. പടകില് പെരുത്ത മീൻകൂട്ടം നിറഞ്ഞു കിട്ടി. പെരുത്ത മീൻകൂട്ടം നിറഞ്ഞ നിമിത്തം പത്രോസ് ഉടനെ തന്നെ ആമേൻ സന്തോഷം കൊണ്ട് നിറയുവാനിടയിൽ തീർന്നു. അവർ വിശ്രമിക്കുവാൻ വേണ്ടി ആമേൻ ഇതുവരെ വിശ്രമമില്ലായിരുന്നു. ഇന്നലകൾ വരെ ഓടി, വിശ്രമമില്ലായിരുന്നു. രാത്രിയും പകലും ഓടി, വിശ്രമിക്കേണ്ട സമയത്തും ആമേൻ, ഓ സ്തോത്രം, വേല ചെയ്യേണ്ട സമയത്തും ഓടി. വേല
ചെയ്യേണ്ട സമയത്തും വിശ്രമിക്കേണ്ട സമയത്ത് ഓടി, വിശ്രമമില്ലാതെ ഓടി. എന്നാൽ ഈ യേശുവിൻ്റെ വാക്ക്, ആമേൻ, യേശുവിൻ്റെ വചനത്തിന് ഇടം കൊടുത്തപ്പോൾ, തങ്ങളുടെ പടക് വിട്ടുകൊടുത്തപ്പോഴുണ്ടല്ലോ, ആമേൻ, അവൻ്റെ സ്ഥിതിക്ക് അങ്ങോട്ട് മാറുവാൻ സ്ഥിതിക്ക് മാറ്റം വന്നു. യേശുവിന് വേണ്ടി പടകും വലയും അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ. ഒന്നത് പടക് വിട്ടുകൊടുത്തു, രണ്ടാമത് വല വിട്ടുകൊടുത്തു. ആഴത്തിലേക്ക് വന്നു, ആമ ഇറങ്ങാൻ വേണ്ടി ആഴത്തിലേക്കൊന്ന് ഇറക്കി അങ്ങോട്ട് വിട്ടുകൊടുത്തു. അവൻ യേശുവിൻ്റെ വാക്കിന് പറഞ്ഞ ആഴത്തിൽ വല ഇറക്കി വിട്ടുകൊടുത്ത് കയറി വന്നപ്പോഴാകുന്നു അമ്മ വല നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിൻ്റെ കരച്ചിൽ കണ്ണുനീരെല്ലാം മാറി കേട്ടോ. അവൻ ആമേൻ ഹല്ലേലൂയ വിശ്രമിക്കാൻ പോവുകയാണ്. അവൻ സന്തോഷിക്കുവാണ്. ആമേൻ. സന്തോഷം കൊണ്ട് അടുത്തുള്ള പടകുകളെയൊക്കെ വിളിച്ച് സന്തോഷം കൊണ്ട് ആമേൻ പത്രോസ് മതി പറന്ന് മറ്റുള്ള പടകുകളെ വിളിച്ചു. അടുത്തുണ്ടായിരുന്ന പടക് രണ്ടാമത് രണ്ട് പടകുകളുണ്ടായിരുന്നില്ല, ആ പടകിലുള്ളവരെയും വിളിച്ചു. എല്ലാവരും വരുത്ത മുൻകൂട്ടം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വിശ്രമിക്കാം, നമുക്ക് തിന്നുകുടിച്ച് വിശ്രമിക്കാം, നമുക്ക് ആനന്ദിക്കാം. കർത്താവ് നമുക്ക് പടക് നിറച്ച് തന്നിരിക്കുകയാണ്, വല നിറച്ച് തന്നിരിക്കുകയാണ്. പടക് നിറഞ്ഞിരിക്കുകയാണ്. വല വലിച്ചു കയറ്റിയപ്പോഴാകുന്നു ഒത്തിരി മീൻകൂട്ടം കിട്ടി. അവരുടെ സ്ഥിതി മാറുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവർ സന്തോഷിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. വായിച്ചാലും മകളെ, കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ പാടി വിളിച്ചു. ആമേൻ. യേശുവിൻ്റെ വാക്കിന് പടക് വിട്ടുകൊടുത്തപ്പോഴും വല വിട്ടുകൊടുത്തപ്പോഴും പെരുത്ത മുൻകൂട്ടം നിറഞ്ഞ് അത് വലിച്ചു കയറ്റി പടക് രണ്ടും നിറച്ചിട്ട് മുങ്ങുമാറി. പടക് മുങ്ങുമാറായി, വല കീറാറായി, പടക് മുങ്ങുമാറായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നിൻ്റെ പടക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? നിൻ്റെ വല വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ എത്ര പേർക്ക് നിൻ്റെ വല വിട്ടുകൊടുക്കാൻ കഴിയും? നിൻ്റെ വല, നിൻ്റെ പടക് വിട്ടുകൊടുക്കുവാൻ കഴിയും, നിൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാൻ കഴിയും, നിന്നെ വിട്ടുകൊടുക്കാൻ എത്ര പേര് കഴിയും? ഇന്ന് പകൽക്കാലത്ത് ഏൽപ്പിച്ചോടുത്താടെ വിട്ടുകൊടുക്കുന്നവനെ അനുഗ്രഹിച്ച് ഉയർത്തി വിശ്രമിപ്പിക്കുന്നവനാണ് നമ്മുടെ ഈ കർത്താവ്. അവനിവിടെ വന്നിട്ടുണ്ട് ഇന്ന് പകൽക്കാലത്തിൽ. മകളെ വായിച്ചാൽ യസ് വന്ന് പടക് രണ്ട് മുങ്ങുമാറ് നിറച്ചു. ശീമോൻ പത്രോസ് കന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. ആമേൻ. തുടർന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കൂട്ടാളികൾ, രണ്ട് പടകിലുമുള്ള കൂട്ടാളികൾ വന്ന് പടക് മൊത്തം നിറച്ചു. ഞാൻ പറഞ്ഞത് സാരാംശം എന്ന് പറഞ്ഞാൽ അവർ പടക് വിട്ടുകൊടുക്കാൻ, പത്രോസ് പടക് വിട്ടുകൊടുക്കാൻ തയ്യാറായി, വല വിട്ടുകൊടുക്കാൻ തയ്യാറായി. അവരുടെ പടകില് മുഴുവൻ ഇതാ മീൻ കൂട്ടമാണ് നിറഞ്ഞിരിക്കുക, നിറഞ്ഞ് കവിയാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, കർത്താവ് എന്താ പറയുന്നത്? ഞാൻ നിന്റെ പടക് വിട്ടുകൊടുക്കുന്നവൻ്റെ ഹല്ലേലൂയ വല വിട്ടുകൊടുക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം എന്താ പറയുക? നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നീ യഹോവയുടെ ദീർഘകാലം വസിക്കും. നീ ഒന്ന് ഇന്ന് പകൽക്കാലത്തിൽ നിന്റെ ഹൃദയം, നിന്റെ പടക്, നിന്റെ ജീവൻ ഒന്ന് കർത്താവിനായി വിട്ടുകൊടുക്കാൻ കഴിയുമോ? നിന്റെ വല, നിന്റെ ആയുഷ്കാലം ഒന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? യേശുവിൻ്റെ നാമത്വത്തിനായി നിന്റെ പടകിനെ അവൻ നിറയ്ക്കും. യെസ്. നമ്മുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞ നാളുകളെ ശൂന്യതയുടെ നടുവിലായിരുന്നു. എന്തായാലും ഇന്ന് പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മുടെ പടകിന് നിറയ്ക്കുന്നൊരു പകൽക്കാലമാണ്. നമ്മുടെ ശൂന്യതകളെല്ലാം മാറി നമ്മൾ വിശ്രമത്തിലേക്ക് കടന്നു പോകുന്നൊരു പകൽക്കാലമാണ്. എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എത്ര പേർക്ക് അംഗീകരിക്കുവാൻ കഴിയും? എത്ര പേർക്ക് അനുസരിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഈ വചനത്തിന് മുൻപിൽ ആമേൻ പറഞ്ഞ് എത്ര പേർക്കൊന്ന് കരങ്ങളടിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഏറ്റെടുക്കുന്നവൻ്റെ മേൽ പ്രവർത്തിക്കുന്നവനാണ്. വിട്ടുകൊടുക്കുന്നവൻ്റെ മേൽ വിട്ടുകൊടുക്കുന്ന. പലപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങൾ തിരസ്കരിച്ച് പുറകിലെറിഞ്ഞ് കളഞ്ഞിട്ട് കടന്നു പോയവർ നടുവിലുണ്ട്. കടന്നു പോയവർ ഏൽപ്പിച്ചു കൊടുക്കാതെ, വിട്ടുകൊടുക്കാതെ, പ്രാപിച്ചെടുക്കാതെ കടന്നു പോയവരുടെ നടുവിലുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കുന്നവനെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പടക് രണ്ടും നിറഞ്ഞപ്പോഴാകുന്ന പത്രോസ് സംസാരിക്കാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, നാഥാ
മകളെ വായിച്ചാൽ നാഥ കണ്ടിട്ട് കാൽക്കൽ വീണു. കർത്താവേ എന്ന് പറഞ്ഞു. കർത്താവ് എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? കർത്താവ് എന്ന് പറഞ്ഞ സൃഷ്ടിതാവേ, സകലത്തിൻ്റെയും കാരണഭൂതനായ യേശുവേ. യേശുവിൻ്റെ പാദപീഠത്തിൽ അങ്ങോട്ട് കർത്താവേ എന്ന് വിളിച്ചിട്ട് യേശുവിൻ്റെ വചനം എന്താ പറയുന്നത്? കർത്താവേ എന്ന് നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റു പറയുന്ന നാൾ മുതൽ നീ രക്ഷിക്കപ്പെടും. രക്ഷയുടെ സന്തോഷം നീ അറിയും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനും രക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും, വിടുവിക്കപ്പെടും. കർത്താവിനെ വായു കൊണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. ആമേൻ. ആ രക്ഷയുടെ സന്തോഷമാണിപ്പോഴ് ഹല്ലേലൂയ പത്രോസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് കർത്താവേ എന്ന് വിളിച്ചു കേട്ടോ. കർത്താവേ എന്ന് വിളിച്ച് പ്രൈസ് യേശുവിനെ. ആമേൻ. ഒരിക്കൽ പത്രോസ് എന്താ പറഞ്ഞത്? പത്രോസിനോട് ശിഷ്യന്മാരോട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നതിനെന്ന് ലോകക്കാർ ശിഷ്യന്മാർ പലരും പറയും. ആ പ്രവാചകൻ, ഈ പ്രവാചകൻ, ഇരമ്യ പ്രവാചകൻ, യോഹന്നാൻ സ്നാപകൻ എന്നൊക്കെ പലരും പറഞ്ഞു. ഏലിയ എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷേ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അതിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ ക്രിസ്തു. ഇരുന്നവൻ ഇരിക്കുന്നവൻ, വരുന്നവൻ വരുവാനുള്ളവരാകും, കർത്താവ് യേശു ആവുന്ന നീ എന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കണം കേട്ടോ. നമ്മുടെ മനസ്സ് വിട്ടുകൊടുക്കണം, നമ്മുടെ ശരീരം വിട്ടുകൊടുക്കണം, നമ്മുടെ മന്ദിരം വിട്ടുകൊടുക്കണം. ഇന്ന് പകൽക്കാൽ എത്ര പേർ വിട്ടുകൊടുക്കാൻ തയ്യാറാകും? എന്നാൽ നീ വിശ്രമിക്കും കേട്ടോ. നിനക്കൊരു വിശ്രമം ഉണ്ടാകും. ആമേൻ. ഈ കാലാഭാഷാന്തര വിദ്യാഭ്യാസം നമുക്ക് വിരാമത്തിലേക്ക് കടന്നു പോകാം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. യെസ്, ഹല്ലേലൂയ. മകളെ വായിച്ചാലും യെസ്, കർത്താവേ. ആമേൻ. യേശുവിന് കർത്താവിനോട് പറഞ്ഞു. ആമേൻ. ഇന്നലെ വരെ ഒന്നും കിട്ടാത്ത അനുഭവത്തിന് നടുവിലാണ്. പാപികൾ പോകുന്ന ഇടവിടെയാണ് പാതാളത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിലായിരുന്നു. ഒന്നും കിട്ടാത്ത അനുഭവമായിരുന്നു. വല ഇറക്കി, വല വിട്ടു നോക്കി. ആമേൻ. എല്ലാ പടക് വിട്ടു നോക്കി, എല്ലാം വിട്ടു നോക്കി, ഒന്നും നടന്നില്ല. ആമേൻ. എപ്പോൾ യേശുവിൻ്റെ വാക്കിൻ പ്രകാരം വിട്ടുകൊടുത്തപ്പോൾ, യേശുവിൻ്റെ വചനപ്രകാരം വിട്ടുകൊടുത്തപ്പോൾ, ഇന്ന് ലോകത്തിൽ എത്ര പേർ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വചനം കേൾക്കും? ഒത്തിരിയൊന്നും മനസ്സില്ലാത്ത കാലഘട്ടത്തിൻ്റെ നടുവിലാണ്. ഒത്തിരിയൊന്നും മനസ്സിലെ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ, യേശുവിൻ്റെ വചനം തിരസ്കരിച്ചു പോവുകയാണ്. പത്രോസ് അവിടെ തൻ്റെ പടകും വലയൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തു. പടക് നിറഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത്, ആമേൻ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയാണ്. ആമേൻ. എന്നാൽ കർത്താവ് യേശു ആരാണ്? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. യാസ്, ആമേൻ. കർത്താവ് ആരാണ്? പാപികളെ തിരഞ്ഞു രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ചവനാണ് യേശു കർത്താവ്. പാപികൾക്ക് പാപമോചനം നൽകി വീണ്ടെടുത്ത് രക്ഷിപ്പാൻ അവതരിച്ചവനാണ് കർത്താവ്. അവനോടാണ് പറയുന്നത്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ ഒത്തിരി അധ്വാനിച്ചതാ, ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ വിശ്രമം ഇല്ലാതെ പോയി. വിശ്രമിക്കുവാൻ കഴിഞ്ഞില്ല കർത്താവേ. ആമേൻ. ഒത്തിരി രാത്രിയും പകലും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഒത്തിരി അധ്വാനിച്ചു. എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കിയപ്പോൾ, പടക് വിട്ടുകൊടുത്തപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യെസ്. എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ കഴിയും? എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ? നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. മകളെ വായിച്ചാലും യെസ്, ഹല്ലേലൂയ. വിട്ടുകൊടുക്കുന്ന മക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വർപ്പിക്കുകയാണ്. ഞാൻ പാപിയായ മനുഷ്യൻ ആകെ കൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ വിട്ടിട്ട് പോകാൻ പാപിയായ മാനവരാശിയെ വിട്ടുകളയുവാൻ വന്നവനല്ല നമ്മുടെ കർത്താവ്. ആമേൻ. പാപിയായ മാനവരാശിയെ പാപമോചനം നൽകി തങ്ങളുടെ വലകളെ പടകുകളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ അവിടെ യേശുവിനായി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നവരെ അവരുടെ ജീവിതത്തിൽ പാപമോചനവും പാപപരിഹാരവും ഒക്കെ നൽകി
വീണ്ടെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ നന്മകൾ നൽകി അവൻ സ്വസ്ഥതയിലേക്ക്, വിശ്രമത്തിലേക്ക് കടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ, ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിമിത്തം നിന്റെ നാളുകൾ പെരുകും, നിന്റെ സംവത്സരങ്ങൾ പെരുകും, നീ വിടുതൽ പ്രാപിക്കും, നന്മകൾ പ്രാപിക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നിന്റെ ആയുഷ്കാലം വർദ്ധിക്കും, ദീർഘമായി നീ നിൽക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവമക്കളെ, വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ മകളെ വായിച്ചാൽ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അവൻ്റെ പാപം, അവൻ്റെ ആമേൻ, ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തിലും പാപമുണ്ട്. പാപമില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ആമേൻ, ആമേൻ, നീതി അവൻ്റെ മേലില്ല എന്നുള്ളതാകുന്നു. പാപം ഏറ്റു പറയുന്നവരോട് കർത്താവ് കരുണ ലഭിക്കാനിടയിൽ തീർന്നു. ആമേൻ, യേശുവിനോട് പത്രോസ് തൻ്റെ പാപത്തെ ഏറ്റു പറയുവാനിടയിൽ തീർന്നു. തന്നിമിത്തം അവൻ്റെ പാപത്തിന് പരിഹാരം നൽകി. യേശു മനസ്സറിഞ്ഞിട്ട് അവനോട് പാപത്തിന് പരിഹാരം നൽകി. അത് മറുപടി പറഞ്ഞത്, യേശു അവനോട് മറുപടി പറഞ്ഞത് എന്തെന്ന് മകളെ വായിച്ചാലും, യെസ്, അവൻ സംഭ്രമം പിടിച്ചു. പ്രൈസ് ലോർഡ്. കർത്താവ് നൽകിയ നന്മകൾ നോക്കിയിട്ട് അവർക്കെല്ലാം സംഭ്രമം പിടിച്ചു. പാപിയായ മനുഷ്യൻ ഒന്നാമത് ഏറ്റു പറഞ്ഞു. അവർക്ക് പിന്നെ സംഭ്രമം ഉണ്ടായത് കർത്താവിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട്. പടക് വിട്ടുകൊടുത്ത, വല വിട്ടുകൊടുത്തപ്പോൾ, ആമേൻ, തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തപ്പോൾ, ദൈവത്തിനായി വിട്ടുകൊടുത്തപ്പോൾ, ദൈവശബ്ദത്തിനായി ദൈവജനത്തിനായി വിട്ടുകൊടുത്തപ്പോൾ സ്ഥിതി മാറി. ദൈവജനം കേൾക്കേണ്ടത് തിക്കിക്കൊണ്ട് ഒത്തിരി പേരാണ് കൂടി വന്നിരുന്നത്. സ്ഥിതി മാറി. ആമേൻ. എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും വചനം കേൾക്കുവാൻ? ആമേൻ. കർത്താവിനായി പടക് എത്ര വല എത്ര വിട്ടുകൊടുക്കാൻ കഴിയും? ആയുസ്, ആരോഗ്യ, നന്മകൾ, അനുഗ്രഹങ്ങൾ എത്ര പേർ വിട്ടുകൊടുക്കാൻ കഴിയും? ആമേൻ. എന്നാൽ നിന്റെ വലയെ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നാട്, നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. യെസ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. യേശു ചെയ്ത അത്ഭുതങ്ങൾ പ്രവൃത്തിയെ കണ്ടിട്ട് പത്രോസ് ആമേൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ പറഞ്ഞു. വായിച്ചാലും അവൻ കൂടെയുള്ളവരുടെ ജീവിതത്തിൽ, പടക എല്ലാവരുടെ ജീവിതത്തിൽ ഭയപ്പാടുണ്ടായി, സംഭ്രമം ഉണ്ടായി, ഭയപ്പാടുണ്ടായി. ഇതെന്താ വീര്യപ്രവൃത്തി നിമിത്തം കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തി, സംഭ്രമം ഉണ്ടായി. വായിച്ചാലും മകളെ, അതുകൊണ്ട് എല്ലാവർക്കും തന്നുങ്ങളോട് കൂടെ ഉണ്ടാകും. ആമേൻ, ആമേൻ. യേശു തിരഞ്ഞെടുക്കും മുമ്പേ അവർ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് സംഭ്രമം പിടിച്ച് ഭയപ്പാടുണ്ടായി. ഇത്രയും വലിയ നന്മകൾ നമ്മുടെ ജീവിതായുസിൽ കിട്ടിയിട്ടില്ല, സിട്ടായുസിൽ കിട്ടിയിട്ടില്ല. കർത്താവ് ഒരുക്കി വെച്ചിരുന്നത് ശത്രു തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. ഒത്തിരി അധ്വാനിച്ച, ഒത്തിരി വലയിറക്കിയതാ, ഒത്തിരി വല വിട്ടുകൊടുത്തതാ, ഒത്തിരി വഞ്ചി വിട്ടുകൊടുത്തതാ, ലോകത്തിൻ്റെ ആഴികളിലേക്ക്, ലോകമാകുന്ന ആഴിയിലേക്ക് വിട്ടുകൊടുത്തതാ. കർത്താവ് പറഞ്ഞ്, വിട്ടുകൊടുത്താൽ നീ വിശ്രമത്തിലേക്ക് കടന്നുപോരും. വായിച്ചാലും മകളെ, യേശു സീമോനോട്, നീ ഭയപ്പെടേണ്ടത്, ഭ്രമിച്ചു നോക്കണ്ട, ദൈവാന്ന് കർത്താവ് നിന്നോട് പറയുന്നു. ഇന്ന് മുതൽ നീ മനുഷ്യരെ, ഇന്നലകൾ വരെ ആമേൻ, ശൂന്യതയുടെ നടുവിൽ, ആമേൻ, ഹല്ലേലൂയ, നീ വല വിട്ടുകൊടുക്കുന്നവനായിരുന്നു, വഞ്ചി വിട്ടുകൊടുക്കുന്നവനായിരുന്നു, പടക് വിട്ടുകൊടുക്കുന്നവനാണ്, ജീവിതം വിട്ടുകൊടുക്കുന്നവനായിരുന്നു. നിന്റെ പാപ സ്വഭാവമുള്ള ജീവിത യാത്രയിൽ ഇന്നലെ വരെ നീ വല ഇറക്കിയവനായിരുന്നു. എന്നാൽ ഒന്നും കിട്ടിയില്ല. എന്നാൽ പാപം ഏറ്റു പറഞ്ഞു. ആമേൻ. പത്രോസിന് പാപബോധം വന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ പത്രോസിൻ്റെ പടക് നിറച്ച കർത്താവ് പറയണേ, ആമേൻ, ഇന്ന് മുതൽ നീ, ആമേൻ, മീൻപിടുത്തക്കാരനല്ല, ആമേൻ, ഹല്ലേലൂയ, നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. എത്ര പേർ വല വിട്ടുകൊടുക്കും? എത്ര പേർ പടക് വിട്ടുകൊടുക്കും? ഈ പകൽക്കാലത്തിൽ ആയുസ്, ആരോഗ്യം എത്ര പേർ വിട്ടുകൊടുക്കും? എന്നാൽ വിട്ടുകൊടുക്കുന്നവൻ്റെ മേൽ,
വിട്ടുകൊടുക്കുന്നതോട് കർത്താവ് പറയാണ്, കർത്താവ് എന്നിൽ പ്രവർത്തിക്കണമേ, എന്നോട് സംസാരിക്കണേ, എന്നോട് ഇടപെടണമേ, എന്നിൽ വന്ന് വാഴണമേ. ആമേൻ. അവനോട് പറയാണ്, പടകും വഞ്ചിയും വലയും എല്ലാം വിട്ടുകൊടുക്കുന്നവന്, ധനവും മാനവും പുരാതന സമ്പത്ത് എല്ലാം വിട്ടുകൊടുക്കുന്നവന്, ആമേൻ, അവനോട് കർത്താവ് പറയാണ്, ആമേൻ, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഇന്നലകളിൽ നിന്റെ ശൂന്യതകളൊക്കെ മാറും. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ആമേൻ. എത്ര പേർക്ക് പടക് വിട്ടുകൊടുക്കാൻ കഴിയും? എത്ര പേർ വല വിട്ടുകൊടുക്കുവാൻ കഴിയും? ആമേൻ. ആമേൻ. നിന്റെ പടക് നിറയാൻ പോവുക കേട്ടോ ദൈവക്കളെ. നിങ്ങളുടെ പടക് നിറയാൻ പോവുക. നമ്മുടെ ശൂന്യതകളൊക്കെ മാറാൻ പോവുക. നമ്മളെ പരിവട്ടം, കണ്ണുനീര്, ഇന്നലകൾ വരെ ആമേൻ ലോകപ്രകാരം ആമേൻ വലിയിറക്കി, ആമേൻ ദൈവശബ്ദം കൂടാതെ വലിയിറക്കി ഒത്തിരി അധ്വാനിച്ചു. പക്ഷെ രാത്രിയായിരുന്നു, രാത്രിയുടെ അനുഭവ, വിശ്രമമില്ലാതെ പോയി. ഞങ്ങൾ വിശ്രമിച്ചില്ല ഒരിക്കൽ. യോബ് ഭക്തൻ ഇപ്രകാരം പറയുവാനിടയിൽ തീർന്നു. യോബ് പറഞ്ഞത് ആ വചനം ഒന്ന് വായിച്ചാൽ ദൈവങ്ങളെ, യോബിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 26 വായിച്ചാലും ഒരിക്കൽ യോബ് ഇങ്ങനെ പറയുവാനിടയിൽ തീർന്നു. യോബിന്റെ പുസ്തകം 3:26 പറയുന്നു, ഞാൻ സ്വസ്ഥനായിരുന്നില്ല, വിശ്രമിച്ചില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു. അവിടെ യോബ് പറയാണ്, ഞാൻ സ്വസ്ഥത അനുഭവിച്ചില്ല, ഞാൻ വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദനയാ. ഇന്നലകളിൽ നമ്മുടെ ജീവിതയാത്രകളിൽ അതിവേദനയുടെ നടുവില. പടക കാലിയ, പടക ശൂന്യമായ, യേശുവില്ലാത്ത, യേശുവിന്റെ വചനം കേൾക്കാത്ത, യേശുവിന്റെ വചനത്തിന് വിട്ടുകൊടുക്കാത്ത ഒരനുഭവത്തിന്റെ നടുവിലായിരുന്നു. എന്നാൽ നിന്റെ ഹൃദയം തുറന്നൊന്ന് വചനത്തിന് വിട്ടുകൊടുക്കാമോ? ദൈവശബ്ദത്തിന് വിട്ടുകൊടുക്കാമോ? നിന്റെ പടകനെ നിറയ്ക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആമേൻ. അവൻ നിന്നെ അനാഥയായി വിടത്തില്ല. നിന്നെ അവൻ നിന്നെ നിറയ്ക്കുന്നവനാ. അവന്റെ ആത്മാവിന്, അവന്റെ ശക്തിയാൽ, കൃപകളാൽ, ദയയാൽ, വിടുതലുകളാൽ നിറയ്ക്കുന്ന ഒരു കർത്താവ്. ഇന്ന് മുതൽ നീ ഇപ്പൊ മനുഷ്യനെ പിടിക്കുന്നവരാൻ പോകുകയാ. നീ 4 ഭാഗത്തും നീ മനുഷ്യരെ പിടിക്കും. ഭൂമിയുടെ അറ്റത്തോളം നീ കടന്നു പോകും. ആമേൻ. ഞാൻ നിന്റെ ദേശങ്ങളിൽ നീ അയക്കും. മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് വാല വിട്ടുകൊടുക്കും. ആമേൻ. നമ്മുടെ നടുവിൽ കർത്താവുണ്ട് കേട്ടോ. അവൻ്റെ ആത്മാവുണ്ട്. കർത്താവ് പറഞ്ഞ്, ചെറിയ കൂട്ടമേ നീ ഭയപ്പെടേണ്ട കേട്ടാ. കർത്താവ് നിന്നോട് കൂടെ, നിന്റെ വലയെ നിറയ്ക്കുന്നവർ നമ്മോട് കൂടെയുണ്ട്. ആമേൻ. നിന്റെ ചെറിയ പടകിലെ നിറയ്ക്കുന്ന ഒരു കർത്താവ്, പെരുത്ത മെയിൻകൂട്ടത്തെ കൊണ്ട് നിറയ്ക്കുന്ന, പെരുത്ത സമൃദ്ധി കൊണ്ട്, പെരുത്ത നന്മകളെ കൊണ്ട് അവൻ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദർശനത്തിൽ കാണുവരുടെ. അവൻ 2023 ആണ്ടിൻ്റെ പ്രാരംഭത്തിൽ കർത്താവ് ഒരുക്കി വച്ചിരുന്ന നന്മകളെ ഞാൻ കാണുവാനിടയായി തീർന്നു. ഒരിക്കൽ ഞാൻ വിവരിക്കാൻ സമയമില്ല. ആ ദർശനങ്ങളെ കാണുവാൻ വേണ്ടി എന്നെ ദൈവത്തിൻ്റെ ദൂതൻ എൻ്റെ സഹോദരനെയുമായി കൂട്ടിക്കൊണ്ടു പോകുവാനിടയെ തീർന്നു. ഞാനും എൻ്റെ സഹോദരനുമായി ഒത്തിരി നന്മകൾ കാണുവാനിടയെ തീർന്നു. ആമേൻ. ഇത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒത്തിരി മലകൾ ആത്മാവിൽ ഇങ്ങനെ സഞ്ചരിച്ചു. ആമേൻ. ആകാശ നീലിമയിലൂടെ പറന്ന് ഒത്തിരി മലകൾ മഞ്ഞ് മൂടി വച്ചിരിക്കുന്ന ആമേൻ നന്മകളെ ഞാൻ ഒരുപാട് കാണുവാനിടയെ തീർന്നു. എന്തിനെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാണ് കർത്താവെ കാണിച്ചിരിക്കുന്നത്? കർത്താവ് ഒരുക്കി വെച്ചിരുന്ന കണ്ണു കണ്ടുള്ള ചെവിയായിട്ട് ആടെ മനസ്സിൽ തോന്നിയിട്ടില്ല. നിന്നെ ഞാൻ കാണിച്ചിരിക്കുന്നു. നിന്റെ ജനത്തിന് ഈ നന്മകളൊക്കെ നീ പകർന്നു കൊടുക്കും. നീ പ്രാപിച്ചെടുത്ത് ആമേൻ ഭൂതലത്തിൽ ഒരുക്കിയിരിക്കുന്ന മഞ്ഞിൻ്റെ നന്മ, ആമേൻ ഭൂമിയുടെ പുഷ്ടി, ആകാശത്തിൻ്റെ പുഷ്ടി നീ അനുഭവിച്ച് നിന്റെ മക്കൾക്ക് നീ പകർന്ന് കൊടുക്കാം എന്ന് ദൈവം പറഞ്ഞു. ഒത്തിരി നന്മകളെ ഞാൻ കണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴായി അത് പ്രാപിച്ചെടുക്കും. നമ്മുടെ വല വിട്ടുകൊടുക്കാതെ, നമ്മുടെ പടക് വിട്ടുകൊടുക്കാതെ നമ്മൾ ഇരിക്കുന്ന അനുഭവത്തിന് നടുവിലാണ്.
എന്നാൽ വിട്ടുകൊടുക്കുന്നവരുടെ ജീവിതത്തിൽ അതൊക്കെ നിറയ്ക്കുന്ന ഒരു പട കർത്താവ്. യെസ്, ആ മകളെ വായിച്ചാലും വിരാമത്തിലേക്ക് കടന്നു പോവുകയാണ്. വായിച്ചാലും മകളെ, വായിച്ച ഭാഗം തന്നെ വായിച്ചാലും. ഞാൻ യോബിൻ്റെ പുസ്തകമല്ല, സ്തോത്രം. ആമേൻ. സ്തോത്രം. ലൂക്കോസ് 5:5 അവസാന വചനങ്ങൾ. ആമേൻ. അവിടെ പറയുന്നത്, ഞാൻ നീ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. സ്തോത്രം. യെസ്, ആമേൻ. യേശു പറഞ്ഞു, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്ന, ഇന്നലെ നീ മീൻ പിടുത്തക്കാരനായിരുന്നു, മീനിന് വേണ്ടി നീ വല ഇറക്കി, വല വിട്ടുകൊടുത്തു, വഞ്ചി വിട്ടുകൊടുത്തു. ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുവാൻ നിന്നെ ഞാൻ വിട്ടുകൊടുക്കുക. എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി നീ നിന്നെ വിട്ടുകൊടുക്കുവാൻ. ആമേൻ. നിയോഗിക്കാൻ പോവാ. ആമേൻ. കർത്താവ് നിയോഗിച്ച 12 ശിഷ്യന്മാരെ കർത്താവ് മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടി നിയോഗിച്ചു. 12 ശിഷ്യന്മാരെ, പിന്നീട് 70 ശിഷ്യന്മാരെ നിയോഗിച്ചു മനുഷ്യരെ പിടിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയ ഒത്തിരി അങ്ങ് പറയേണ്ടി വരും. നമുക്ക് വിരാമത്തിലേക്ക് കടന്നു പോവുകയാണല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു പറഞ്ഞു, ആമേൻ, യേശു പറഞ്ഞ വാക്കിൻ പ്രകാരം വാക്ക് കേട്ടപ്പോൾ വല നിറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവരെ അനുഗമിച്ചു. ആമേൻ. ആമേൻ. പത്രോസിന്റെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇന്നലെ വരെ വിട്ടുകൊടുക്കാത്തത്, ആമേൻ, ഇന്നലകൾ വിട്ടുകൊടുത്ത സകലത്തെയും വിട്ടേച്ച് സകലതും വിട്ടു. ഇന്നലകളുടെ ജീവിതം ശൂന്യതകളുടെ നടുവിൽ തങ്ങളുടെ പടക് എപ്രകാരമായിരുന്നു? ഇന്നലകൾ പാപസ്വഭാവം തങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുന്ന നാളുകളിൽ ശൂന്യതയാകുന്നു. ഒന്നും കിട്ടത്തില്ല. പാപം വിട്ട് പാപം ഏറ്റു പറഞ്ഞ നാൾ മുതൽ അവൻ പുതിയ സൃഷ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പടക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വല നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവസാനത്തെ വചനമാകുന്നു, അവൻ അവരുടെ ലോകപ്രകാരമുള്ള പടകുകളെ ഒക്കെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ടു. നമ്മൾ ഏതിനെയൊക്കെ വിടും? നമ്മുടെ ജീവിതത്തിൽ ആമേൻ തീരുമാനിക്കുന്ന സമയമാണ്, തീരുമാനമെടുക്കേണ്ട സമയമാണ്, സമർപ്പണം ചെയ്യേണ്ട സമയമാണ്. ഏതൊക്കെ നമ്മൾ വിട്ടുകൊടുക്കും നമ്മൾ ദൈവത്തിന്? ആമേൻ. ആയുസിനെ വിട്ടുകൊടുക്കുക. അമ്പാടി മോനെ, പടക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? പടക് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? മനസ്സിലായില്ലേ? ജീവിതത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ എത്ര പേർ വിട്ടുകൊടുക്കും? വിട്ടുകൊടുത്താൽ 10 ദൈവം എന്ന കർത്താവ് നിറച്ചു തരും. വിട്ടുകൊടുത്താൽ നിറച്ചു തരും. നമ്മൾ വിശ്രമിക്കും, അല്ലെങ്കിൽ വിശ്രമിക്കില്ല. രാവും പകലും ഓടിയാലും വിശ്രമിക്കത്തില്ല, രാത്രിയും പകലും ഓടിയാലും വിശ്രമിക്കത്തില്ല. പടക് വിട്ടുകൊടുത്തില്ലെങ്കിൽ എത്ര പേർക്ക് ഈ വചനങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നു? എത്ര പേര് ഗ്രഹിച്ചു? എത്ര പേര് രുചിച്ചു? യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സകലതും വിട്ട് നാം അനുഗമിപ്പാൻ, സകല ലോകത്തിലുള്ളത് വിട്ടേച്ച് ദൈവത്തിലുള്ളത് പ്രാപിച്ചെടുക്കുവാൻ എത്ര പേർക്ക് കഴിയും? ലോകത്തിലുള്ളത് നമ്മൾ സകലതും വിടും, ഒരു നാളിൽ വിടും, എല്ലാം വിടും. ആമേൻ. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പറഞ്ഞു, കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ, കോട്ടയ്ക്കകത്തും കയറി ചെല്ലും, എനിക്കെൻ്റെ രക്ഷകൻ കൂടെയുണ്ട്, അവൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ആമേൻ. നമ്മൾ ലോകത്തിനായിട്ടല്ല വിട്ടുകൊടുക്കേണ്ടത്. 10,000 നില കെട്ടി ഉയർത്തിയാൽ, ആമേൻ, ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തില്ല, അതിൻ്റെ അകത്തും മൃത്യു കടന്നു വരും. ആമേൻ. മൃത്യു കടന്നു വരും. ലോകപ്രകാരം വിട്ടുകൊടുത്താൽ, ദൈവപ്രകാരം വിട്ടുകൊടുത്താൽ മൃത്യു മാറി നിന്റെ ജീവിതത്തിൽ ജയം വരും. നിന്റെ പടക് നിറയും, നിന്റെ പടക് നിറഞ്ഞ് കവിയും.
നീ സന്തോഷിക്കും. ആമേൻ. നീ വിശ്രമിക്കും. നിനക്ക് വേണ്ടി വിശ്രമ സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എത്ര പേർ കേൾക്കുന്നുണ്ട്? എത്ര പേർ വിശ്രമിക്കുന്നു? നീ ഹല്ലേലൂയ. ശാന്തരാബ ഷീനാഖബ ധരാശ്യാം ധര അഘാന ആസ്യാം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എത്ര പേർക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എനിക്കെൻ്റെ രക്ഷകൻ കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. അത് എത്ര പേർക്ക് പറയുവാൻ കഴിയും? വിട്ടുകൊടുത്താട്ടെ. ആമേൻ. ഒരു പാട്ടിൻ്റെ വരികൾ കൂടി പാടുമ്പോൾ ആമേൻ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ തൻ്റെ മക്കളെ അനുഗ്രഹിച്ചാലും ഒരു പാട്ടിൻ്റെ വരികൾ കൂടി പാടി നമുക്ക് സ്തോത്ര വഴിപാടുകളൊക്കെ അർപ്പിച്ച് പിന്നെ പ്രാർത്ഥിച്ച് വിരാമത്തിലേക്ക് കടന്നു ചെല്ലാം. പ്രൈസ് ലോർഡ്. ഓ, വിട്ടുകൊടുക്കുന്ന മക്കളെ ഓർത്ത് ആമേൻ. വിട്ടുകൊടുത്തവന് വിശ്രമ സ്ഥലം ഒരുക്കുകയാണ്. അപ്പാ, നീ വിട്ടുകൊടുത്താൽ വിശ്രമിക്കും. നിന്റെ ധനം വിട്ടുകൊടുക്കണ്ട, നിന്റെ മാനം വിട്ടുകൊടുക്കണ്ട, നിന്റെ പ്രധാന സമ്പത്ത് വിട്ടുകൊടുക്കണ്ട, ഒന്നും വിട്ടുകൊടുക്കണ്ട. ആമേൻ. നീ നിന്റെ ഹൃദയത്തെ എനിക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ? മകനെ, മകളെ, നിന്റെ ഹൃദയം, നിന്റെ പടക്, നിന്റെ വല, നിന്റെ വഞ്ചി എല്ലാം ചോദിക്കുകയാണ് കർത്താവ് കേട്ടോ. ആയുസ്, ആരോഗ്യത്തെ ചോദിക്കുകയാണ്. ആമേൻ. നിന്റെ നന്മകളൊന്നും ചോദിച്ചില്ല. ശിവേ, അങ്ങ് ഞങ്ങളോടൊന്ന് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലും അപ്പ, മുഴുവൻ പേരെ അനുഗ്രഹിച്ചാലും ഇത് നാളെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ സഹോദരന്മാർ കേൾക്കും, ദൂരത്ത് വെച്ച് ആരെങ്കിലുമൊക്കെ കേൾക്കും. എല്ലാവരോടും ഇടപെടണമേ. എല്ലാവരുടെ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവേ, സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ സ്നേഹിതന്മാരെയും അനുഗ്രഹിച്ചാലും അവരുടെ പടകൾ നിറഞ്ഞു വരട്ടെ അപ്പാ. ആമേൻ. ഇന്ത്യയിലുള്ള മുഴുവൻ സഹോദരന്മാരെയും, റഷ്യയിലുള്ള, അമേരിക്കയിലുള്ള, ഇസ്രായേലിലുള്ള, ആമേൻ, ചൈനയിൽ ഒത്തിരി രാഷ്ട്രങ്ങളുടെ നടുവിൽ പാർക്കുന്ന മുഴുവൻ സ്നേഹിതന്മാരെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അവരുടെ പടകുകൾ ഇന്നലെ രാത്രികളിൽ അധ്വാനിച്ചു. രാത്രിയുടെ അനുഭവമായിരുന്നു. എല്ലാവരെയും നിറയ്ക്കുന്നൊരു കർത്താവ്. നമ്മളെ നിറയ്ക്കുന്നത് മാത്രമല്ല, നമ്മളെ ഉള്ളവരെ നിറയ്ക്കുന്നവരാണ്. നിറഞ്ഞു വരുന്ന ഒരു പകൽക്കാലമാണ്. സമൃദ്ധി കൊണ്ട് നിറയ്ക്കപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഒരു പാട്ടിന്റെ വരികൾ കൂടെ പാടി വിശ്വാസ ജീവിത പടകിൽ നാം ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വെണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു മാറും. വെണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയും അന്നു മാറും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ അന്വേഷിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ അന്വേഷിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. ഓ, വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമം ദേശത്ത് പോകുന്നു ഞാൻ. വീട്ടിൽ ഞാൻ ചെന്നു ചേരും.
കണ്ണുനീരൊക്കെയോ വന്ന് മാറും. പിന്നീടൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയോ വന്ന് മാറും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ പിന്നീടും ഞാൻ എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസ ജീവിതം. ഹല്ലേലൂയ. പോകുന്നു. ആമേൻ. നമ്മുടെ വിശ്രമ നാട്ടിലേക്ക് നമ്മൾ പോകും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ചേർത്തടിച്ച് നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്രമ ദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി. ആമേൻ. വിട്ടുകൊടുക്കുന്നവൻ വിശ്രമിക്കും. യെസ്. വിശ്വാസനായകൻ യേശുവേ നോക്കി. നമ്മുടെ പടകളെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? എത്ര പേർ കഴിയും നമ്മുടെ പടക് വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കുവാൻ? നായകൻ യേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. വെണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്ന് ചേരും. കണ്ണുനീരൊക്കെ വന്നു മാറും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീർ മാറാൻ പോവുക കേട്ടോ. നമ്മുടെ കണ്ണുനീർ മാറാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരൊക്കെ അന്ന് മാറും. നമ്മൾ വിശ്രമ നാട്ടിൽ ചെന്ന് ചേരും. നമ്മൾ വിശ്രമിക്കും. കർത്താവിനോട് കൂടെ വിശ്രമിക്കും. യുഗമായി വിശ്രമിക്കും. യുഗമായി വിശ്രമിക്കും. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നീ നിന്റെ പടക് വിട്ടുകൊടുത്തില്ല എങ്കിൽ കരച്ചിലും പള്ളികളുടെ ഇടയിൽ നടുവിലേക്ക് കടന്നു പോകും. എന്നാൽ നീ പടക് വിട്ടുകൊടുക്കുവല്ല, വല വിട്ടുകൊടുക്കുവല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിന്റെ പടക് വിട്ടുകൊടുക്കുവാൻ നിന്നോട് സംസാരിക്കുന്നൊരു പകൽക്കാലമാണ്. എന്നോട് സംസാരിക്കുന്നൊരു പകൽക്കാലമാണ്. യേശുവേ, അങ്ങ് ഇടപെട്ടതിനായി നന്ദി. ഞങ്ങളോട് അങ്ങ് സംസാരിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെപ്പാ. ഞങ്ങളാരും ശത്രു ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാതവണ്ണം ഞങ്ങളെ കാത്തു പരിപാലിച്ചാലും എല്ലാവരെയും അനുഗ്രഹിച്ച് അയക്കണമേ. ആരോഗ്യത്തെ പൊഴിച്ച് എല്ലാം അങ്ങേക്ക് തരുന്നോപ്പാ. യേശു ക്രിസ്തുവിൻ്റെ